ലക്ഷ്മി ഇതിന് തൊട്ട് സമീപ പ്രദേശത്ത് വെച്ച് ഇപ്പോൾ പോലീസ് ഒരാളെ കൊണ്ട് ഓടിക്കുന്നുണ്ട്. അത് ഗോവിന്ദചാമിയാണോ എന്നുള്ള സംശയം കൂടി ഇപ്പോൾ ബലപ്പെടുന്നുണ്ട്. നമുക്ക് അവിടെ ഒരു സ്ഥലത്ത് പോലീസ് ഒരാളെ ഓടിക്കുകയാണ്. ഈ പറയുന്ന രീതിയിൽ പോലീസ് ഒരു സ്ഥലം വളഞ്ഞിരുന്നു. ഇത് ഒരാളൊഴിഞ്ഞ വീട് പോലെ ഒരു സ്ഥലമാണ്. അത് ഒരുപക്ഷെ തളാപ്പ് മേഖലയിൽ തന്നെയാണ്. അവിടെ പോലീസും നാട്ടുകാരും ചേർന്ന് ഓടിക്കുന്നുണ്ട് ഒരാളെ എന്നാണ് പറയുന്നത്. ഒരാളൊഴിഞ്ഞ വീടാണ്. ഒരുപക്ഷെ ഈ വീട്ടിനുള്ളിൽ ഇയാൾ ഉണ്ടോ എന്നതാണ് സംശയം. ആ വീട്ടിനകത്താരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന പോലെ കാണുന്നുണ്ട്. അയാൾ ഇനി ഗോവിന്ദചാമി ഈ പറയുന്ന ഒഴിഞ്ഞ വീട്ടിനുള്ളിൽ ഒളിച്ചിരുന്നോ എന്ന കാര്യം നമുക്കറിയില്ല. എന്തായാലും ആ മേഖലയിലുള്ള ആളൊഴിഞ്ഞൊരു വീട് തന്നെയാണ്. കാടൊക്കെ പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് അത്. അവിടെ പോലീസ് പരിശോധന നടത്തുകയാണ്. വീടിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറുന്നുണ്ട്. നാട്ടുകാരടക്കം പോലീസിനെ സഹായിക്കാനുണ്ട്. ഒരു ഇരുനില വീടാണ് ആ വീടിൻ്റെ ഏതെങ്കിലും സ്ഥലത്ത് ഇയാളുണ്ടോ എന്ന കാര്യം അറിയില്ല. അത് അയാൾ തന്നെയാണോ അതോ മറ്റേതെങ്കിലും നമുക്കറിയില്ല. ഏതെങ്കിലും സാമൂഹിക വിരുദ്ധരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആളൊഴിഞ്ഞ വീട്ടിൽ അങ്ങനെ ഒറ്റയ്ക്കൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ. അബാൻഡൻ ചെയ്ത് കിടക്കുന്ന വീട് പോലെ തോന്നുന്നു അത്. എന്തായാലും അതിനുള്ളിൽ അവിടെ പരിശോധന നടക്കുകയാണ്. അതിനുള്ളിൽ ആരോ ഉണ്ട് എന്നുള്ളതാണ് സംശയം. അവിടെ പോലീസ് അയാളെ ഓടിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ അരുൺ പൂപ്പർമ അങ്ങനെയാണ് പറഞ്ഞത്. പോലീസുകാരും നാട്ടുകാരും ഒക്കെ അവിടെയുണ്ട്. ഈ ആളൊഴിഞ്ഞ വീട് വളഞ്ഞ് ഇയാളെ പിടികൂടാനുള്ള ശ്രമം പോലീസ് നടത്തുന്നു വേണം മനസ്സിലാക്കാൻ. ഈ പറയുന്ന രീതിയിലുള്ള സൂചനകൾ ശരിയാണെങ്കിൽ അത് ഗോവിന്ദചാമി തന്നെ ആകണം. തലാപ്പ് എന്ന് പറയുന്ന മേഖലയിൽ തന്നെയുള്ള ഒഴിഞ്ഞ വീടാണത്. ആ വീട് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അത് വീടാണ് എന്തോ ആണ്. ഇത് ഒരു വലിയ ബിൽഡിംഗ് ആണ്. പല ശിഖരങ്ങൾ പോലെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ മുറികളൊക്കെ ഉള്ള ഒരു വലിയ ബിൽഡിംഗ് ആണ് അത്. അതിനകത്തേക്ക് നമ്മൾ കയറി നോക്കുകയാണ്. എന്തായാലും അവിടെ പോലീസ് പരിശോധന നടത്തുന്നു. അകത്ത് വെളിച്ചമൊന്നുമില്ല, വെളിച്ചമൊന്നും ഇല്ലാത്ത ഇരുട്ട് മൂടി കിടക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്ന ഏറ്റവും നിർണായകമായ ഏറ്റവും ക്രൂഷ്യൽ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. തളാപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ തളാപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഗോവിന്ദചാമിയെ കണ്ടു. അല്ലെങ്കിൽ ഗോവിന്ദചാമിയെ നമ്മൾ നേരത്തെ CCTV ദൃശ്യങ്ങൾ കണ്ട അതേ സ്ഥലം തന്നെയാണ് ഈ സ്ഥലം. ആ സ്ഥലത്തെ ഒരു വീടിനകത്ത് ആരോ ഓടുന്നത് പോലെ കണ്ടു, ഒരു മിന്നായം പോലെ കണ്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വീട് വളഞ്ഞ് അതിൻ്റെ ബാത്റൂമും അത് വീട് തന്നെയാണ്. ഉറപ്പായും അതൊരു വീട് തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ. പഴയ ആളൊഴിഞ്ഞ് കിടക്കുന്ന ഒരു വീട് തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ. അത് പണിയിലുള്ള വീടല്ല, അബാൻഡൻ ചെയ്തു പോയ അല്ലെങ്കിൽ ഒഴിക്കപ്പെട്ടു പോയ എന്തുകൊണ്ടോ ഒഴിവായി കിടക്കുന്ന ഒരു വീടാണ്. കുറേ മുറികളൊക്കെ ഉള്ള വീടാണ്. ഗോവിന്ദചാമി പിടിയിൽ, ജയിൽ ചാടിയ ഗോവിന്ദചാമി പിടിയിൽ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ നിന്നും ഗോവിന്ദചാമി പിടികൂടി എന്ന് വേണം മനസ്സിലാക്കാൻ. ഗോവിന്ദചാമി പിടിയിലായിരിക്കും എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. ഈ വീട്ടിൽ നിന്നാണോ പിടിയിലായത് എന്ന കാര്യം വ്യക്തമല്ല. ഈ കാര്യത്തിൽ ആദ്യം മുതൽ ചെറിയ ചില കൺഫ്യൂഷൻസ് ഉണ്ട്. അതിന് നമ്മൾ നേരത്തെ പറയുന്ന പോലെ പോലീസ് അത് സ്ഥിരീകരിക്കാത്തതാണോ എന്തോ സംഭവിക്കുന്നുണ്ട്. അവിടെ വ്യാപകമായ തിരച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. പോലീസും നാട്ടുകാരും ചേർന്നുള്ള തിരച്ചിൽ. ആ വീട് വളഞ്ഞ വീട് ആ വീട് അരിച്ചു പറക്കിയുള്ള പരിശോധന തുടരുന്നു.